ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് ലക്ഷദ്വീപിൽ പോകുന്നൊരു വ്ളോഗാണ്. സോ ആദ്യം നമ്മൾ തന്നെ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത് ലക്ഷദ്വീപിലോട്ട്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് ലക്ഷദ്വീപിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 6,000 to 7,000 പ്രൈസാണ് വന്നത്. ബിക്കോസ് ഞങ്ങൾ ഏപ്രിലാണ് പോയത്. ഏപ്രിലിൽ നോമ്പിൻ്റെ ടൈമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ല പ്രൈസിനാണ് കിട്ടിയത്. അപ്പം അലയൻസ് എയറാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ബിക്കോസ് അത് എയർ ഇന്ത്യയുടെ ആണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ട്രിപ്പിന് അമ്മേനെ കൊണ്ടുവന്ന് വിചാരിച്ചു. ബിക്കോസ് അമ്മ അത്യാവശ്യം വർക്കിലൊക്കെ സ്ട്രെസ്സായിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. സോ അമ്മയ്ക്ക് ലക്ഷദ്വീപിൽ പോയി ഒരു ബ്രേക്ക് വേണ്ടതായിരുന്നു. അങ്ങനെ അമ്മയും ഞാനും കൂടെയാണ് ഇപ്രാവശ്യത്തെ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചി ടു അഗത്തിയാണ് എടുത്തേക്കുന്നത്. ആദ്യം ലാൻഡ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. ബിക്കോസ് ആ ബ്ലൂ വാട്ടറൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് വരും. ഞങ്ങളെടുത്ത പാക്കേജ് വോയേജ് കോസ്റ്റിൻ്റെയാണ്. ഞാനവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലെത്തി. ഭയങ്കര അടിപൊളിയായൊരു ഹോം സ്റ്റേ തന്നെയായിരുന്നു. നല്ല വാഷ്റൂമും ഒരു ബേസിക് ആയൊരു ഫെസിലിറ്റീസ് ഉള്ളൊരു ഹൗസ് വിത്ത് AC ആൻഡ് ഓൾ. ഈ സോപ്പും കാര്യങ്ങളൊക്കെ ഹോം സ്റ്റേയിൽ പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഞാൻ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബോഡി വാഷ് ആൻഡ് സൺസ്ക്രീൻ, സൺഗ്ലാസസ്, അപ്പം ഹാറ്റ്, ഇതൊക്കെ എടുക്കുക. ബിക്കോസ് അവിടെ ടാൻ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. എനിവേസ് നമ്മൾ പെട്ടിയും അലമാരയും ഒക്കെ അടുക്കി വയ്ക്കുമായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 2 o'clock ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഹോം സ്റ്റേയിലെ ഹോസ്റ്റ് ലഞ്ച് പ്രൊവൈഡ് ചെയ്തു. നല്ല അടിപൊളി ലഞ്ചായിരുന്നു. ഫിഷ് എന്തായാലും ഉണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് ഫിഷ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അപ്പം നമ്മൾ വെയിലില്ല, മേക്കപ്പ് ചെയ്തിട്ടില്ല ഇന്ന്. ഈ ഒരു ദിവസം സൈറ്റ് സീയിങ് ആയിരുന്നു. നമ്മൾ അഗത്തി ബീച്ച് ഫുള്ള് കാണാനായിട്ട്, അഗത്തി ഐലൻഡ് ഫുള്ള് കറങ്ങാനായിട്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീച്ചസിലൊക്കെ പോയി. അതുപോലെ പല പല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. കുറച്ച് നേരം ഞാനും അമ്മയോടെ സ്പെൻഡ് ചെയ്തു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. നല്ല വെയിലായിരുന്നു. പക്ഷേ ആക്ച്വലി അവിടുത്തെ വെയിൽ ഭയങ്കര പ്രശ്നം ഉള്ള വെയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ടാൻ വരും, പക്ഷേ അല്ലാതെ ബേൺ ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നീട് ആ ബീച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലഗൂൺ ബീച്ചിലോട്ടാണ് പോയത്. ലഗൂൺ ബീച്ചിൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഞാനും അമ്മ സംസാരിച്ച് അങ്ങനെ ഇരുന്നു. ഭയങ്കര പീസായിരുന്നു. ഇനി നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി നമ്മൾ വേറൊരു ബീച്ച് വന്നു. ഈ ബീച്ചിൻ്റെ പേരാണ് അന്താൻ ബീച്ച്. ഇവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. നമ്മുടെ കാർ ഇപ്പുറത്തെ കാറ് പാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നടക്കുവാണിപ്പോൾ. അടിപൊളി സ്ഥലമാണ് കാണാനായിട്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഒത്തിരി തെങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ വോയേജ്. സോ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും കടലാണ്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ചുമ്മാ കാണാൻ വന്നത്. ആൻഡ് വൺ മോർ തിങ്, ലക്ഷദ്വീപിൽ പാമ്പുമില്ല, പട്ടിയുമില്ല. പക്ഷെ ഇവിടെ കുറേ ആടുകളുണ്ട്. രാത്രിയായപ്പോൾ നമുക്ക് ലക്ഷദ്വീപ് സ്പെഷ്യൽ ഒരു ഐറ്റം തന്നു കഴിക്കാനായിട്ട് സപ്പറിന്. അടിപൊളിയായി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കിടന്നുറങ്ങി. ഞാൻ ഒരു 1 o'clock ഒക്കെ ആയപ്പോൾ ഞാൻ ബീച്ചിൻ്റെ സൈഡിലോട്ട് ചുമ്മാ ഇരിക്കാൻ വന്നു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിയപ്പോൾ ലേറ്റായി. ഞാൻ ആക്ച്വലി 2 വ്ളോഗ് ഇന്ന് കമ്പൈൻ ചെയ്ത് ഇടുവാണ്. ബിക്കോസ് ആദ്യത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ അത് ആക്ച്വലി 3 minutes ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 2 days ഒരുമിച്ചിടാമെന്ന്. അപ്പോൾ രാവിലെയൊക്കെ ആയി. നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് സ്നോർക്കലിംഗ് ഉണ്ട്, ഐലൻഡ് വിസിറ്റ് ഉണ്ട്, തിനക്കര ഐലൻഡ്, പിന്നെ അങ്ങനെ കുറച്ചധികം നല്ല നല്ല എക്സൈറ്റിങ് സംഭവങ്ങളാണ് ഇന്ന്. ഞാൻ ഈ ടീഷർട്ടും ഷോർട്സും ആണ് ഇട്ടത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നല്ല ഫോട്ടോസൊക്കെ കിട്ടണമല്ലോ വെച്ച് ഞാൻ ഡ്രസ്സ് മാറ്റി. ഇത് ജസ്റ്റ് വെയിൽ അടിക്കത്തില്ല, അത്രയുള്ളൂ. വെയിലില്ല,
ലക്ഷദ്വീപ് വരുമ്പോൾ മറക്കാണ്ടിരിക്കേണ്ട 3 കാര്യങ്ങളാണ്: സൺസ്ക്രീൻ എടുക്കുക, സൺഗ്ലാസസ് എടുക്കുക, ഹാറ്റ് എടുക്കുക. ബിക്കോസ് അത്യാവശ്യം നല്ല വെയിലുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ സൺസ്ക്രീനൊക്കെ മസ്റ്റാണ്. പിന്നെ എന്നെപ്പോലെ ഇൻഗ്രോൺ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നല്ലൊരു ബോഡി വാഷ് എടുക്കുക, സാലിസിലിക് ആസിഡോ ലാക്റ്റിക് ആസിഡോ കണ്ടെയ്ൻ ചെയ്യുന്ന. ഇന്നത്തെ ദിവസം നമ്മൾ ഐലൻഡ് വിസിറ്റ് ആയതുകൊണ്ട് നമ്മളൊരു ബോട്ടിൽ കയറി നമ്മൾ പല പല ഐലൻഡ്സിലോട്ടൊക്കെ പോവുകയാണ്. നമ്മൾ വേറൊരു ടീമിൻ്റെ കൂടെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം നല്ല കമ്പനിയായിരുന്നു എല്ലാവരും. നമ്മുടെ സ്നോർക്കലിങ്ങിന് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് അബിയാണ്. അബിയുടെ ഡൈവിങ് സ്റ്റോറീസൊക്കെ പറയണം. ഹീസ് എ ഡൈവ് മാസ്റ്റർ. അപ്പം അബിയുടെ ഡൈവിങ് സ്റ്റോറീസൊക്കെ പറയാണ്. എന്നിട്ട് അത് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. എല്ലാ ആൾക്കാരും പോയി പാറ പോലെ ഒരു സാധനം ഉണ്ടാവും, അതിന്റെ മേളിൽ അത് ബ്രെയിൻ കോർണർ, എന്നിട്ട് അത് ഈ പാരറ്റ് ഫിഷും അങ്ങനെയുള്ള ഫിഷസ് ഒക്കെ അതൊന്ന് കഴിക്കും. അത് കഴിച്ചിട്ട് അതിന്റെ മോഷനിൽ നിന്ന് പല സ്ഥലത്തോട്ട് പോകുന്ന സാധനങ്ങൾ വേറെ കോർണറായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് സാൻഡ് ബാങ്ക്. ഞങ്ങൾക്ക് ഷിപ്രക്ക് കാണാൻ പറ്റിയില്ല. ഷിപ്രക്ക് ഒരു ഡെസ്റ്റിനേഷനായിരുന്നു, പക്ഷെ ഷിപ്രക്ക് കാണാൻ പറ്റിയില്ല. ഓക്കെ, ഫസ്റ്റ് തിങ് സാൻഡ് ബാങ്കിൽ പോയാലായിരുന്നു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കാണാനായിട്ട്. സാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബംഗാരം ഐലൻഡിൻ്റെ അടുത്തുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വൈറ്റ് സാൻഡും നല്ല ലൈറ്റ് ബ്ലൂ വാട്ടറും. പിന്നെ ഈ വാട്ടറിൻ്റെ കളർ കണ്ടോ നിങ്ങൾ? ബാക്കിൽ ഡിഫറെൻറ്റ് ബ്ലൂവിൻ്റെ ഷെയ്ഡ്സാണ് കാണാൻ പറ്റുന്നത്. സാൻഡ് ബാങ്ക് കഴിഞ്ഞ് നമ്മൾ പോയത് സ്നോർക്കലിങ്ങിനാണ്, കോറൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാനാണ്. അപ്പം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോർക്കലിങ്ങിന്. ആക്ച്വലി അമ്മ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി, പിന്നെ അമ്മയ്ക്ക് പേടിയായിട്ട് അമ്മ തിരിച്ചു കയറി. എനിവേസ് നല്ല അടിപൊളിയായിട്ട് സ്നോർക്കൽ ചെയ്യാൻ പറ്റി. എനിക്ക് കുറേ ഫിഷസിനൊക്കെ കാണാൻ പറ്റി. സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോയത് തിന്നക്കര ഐലൻഡിലാണ്. നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് കഴിച്ചത് ഒരു ലക്ഷദ്വീപ് സ്പെഷ്യൽ ബിരിയാണിയാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ആണെന്നില്ലല്ലോ, അവിടെ ഉണ്ടോ? അത്യാവശ്യം കുറച്ച് പേര് വന്നായിരുന്നു. 100-150 പേര് ബോട്ടിലുള്ള വെള്ളം കുറവായിരിക്കും. നൈസ് കരിക്കാട്ടോ അത്. സംഗതി സോഡ അടിച്ചു പോണ്. മൂത്തതാ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തേ. ജോൺസൺ ചേട്ടന്റെ തിന്നക്കര ഐലൻഡിൽ ആക്ച്വലി 3 or 4 ഫാമിലീസ് ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ളൂ. ഇനിയും ഇവിടെ ഡെവലപ്മെൻറ്റ് വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ആവും. ആൻഡ് ഇവിടെ പെർമിറ്റ് വേണ്ടി വരും ഫ്യൂച്ചറിൽ കയറാനായിട്ട്. തിന്നക്കര ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പുള്ള ഒരു ഐലൻഡാണ്. പിന്നെ ഇത് നോർത്ത് ഈസ്റ്റ് ആണ്, 8 കിലോമീറ്റേഴ്സ് ഫ്രം അഗത്തി ഐലൻഡ്. പിന്നെ ഇവിടുത്തെ കൂടുതൽ പ്ലാന്റേഷനിലും കോക്കനട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി വൈബുള്ള ഗ്രൂപ്പായിരുന്നു. ആൻഡ് അബി എൻ്റെ ഏജ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരായിരുന്നു ഏറ്റവും കൂടുതൽ കമ്പനി. അമ്മയ്ക്ക് അമ്മേൻ്റേതായ കമ്പനീസ് ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി വൈബ് അടിച്ച് നമ്മളെല്ലാവരും പോയി. പിന്നീട് നമ്മൾ പോയത് ബംഗാരം ഐലൻഡായിരുന്നു. ആൻഡ് ബംഗാരം ഐലൻഡിൽ പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് വേണം അകത്തോട്ട് കയറാൻ. ബിക്കോസ് ഇത് ആക്ച്വലി ഒരു മോൾഡീവ്സ് കൈൻഡ് ഓഫ് ഒരു ഐലൻഡാണ്.
ഞാൻ പറഞ്ഞല്ലോ ഈ ബോട്ടിലുള്ളവരെല്ലാം നമ്മളുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. വളരെ അടിപൊളി കോൺവെർസേഷൻസൊക്കെ ആയിരുന്നു. മീനിനെ പറ്റിയും മീൻ പിടിക്കുന്നതിനെ പറ്റിയും ഫാമിലീനെ പറ്റിയും ഒത്തിരി കാനഡ ലൈഫിനെ പറ്റിയും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. എല്ലാവരെ പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റി. അപ്പം നല്ലൊരു കോൺവെർസേഷനായിരുന്നു നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പം ടൈം പോയത് ഒട്ടും അറിഞ്ഞിട്ടില്ല നമ്മൾ. അപ്പം ഈ സംസാരിക്കുന്ന ചേട്ടനുണ്ടല്ലോ, ഈ ചേട്ടൻ നമ്മുടെ മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പോകുന്ന ടൈമിലാണ് അറിഞ്ഞത്. അപ്പം പുള്ളിയുടെ മൂവിയിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചു തന്നു. ഭയങ്കര അടിപൊളി കോൺവെർസേഷൻസ് ആയിരുന്നു. പുള്ളിയുടെ 2 മക്കളും ഓൾമോസ്റ്റ് എൻ്റെ പ്രായമായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുമായിരുന്നു. അല്ല അത് വെള്ളത്തിൽ ഇറങ്ങണ്ടേ, പോയ പോലെ ഇറങ്ങണ്ടേ, പോയ പോലെ ഇറങ്ങണം. സ്നോർക്കലിങ്ങിന് പോയതുപോലെ നമ്മൾ സ്നോർക്കൽ ചെയ്തിട്ട് ഈ കോൺവെർസേഷൻ നമ്മുടെ നൈറ്റ് ഫിഷിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടീസ് ഫുള്ള് നമ്മളൊരു 5-5:30 ആയപ്പോൾ തീർത്തു. അങ്ങനെ നമ്മളെല്ലാവരോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് തിരിച്ചു പോയി.